ഇത് അതിൻ്റെ പുറം ഭാഗവും, കട്ടിൽ ഫിഷിൻ്റെ പുറം ഭാഗവും, ഇത് അതിൻ്റെ തലഭാഗവുമാണ്. ഇത് രണ്ടും ക്ലീനാക്കി 2 കറികളായിട്ട് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന് തോരൻ വയ്ക്കാം, ഇത് തീയലും വയ്ക്കാം. അത് എങ്ങനെയെന്ന് പിന്നാലെ കാണിക്കാം. കണവ ആദ്യം വേവിച്ച് എടുത്തതിൽ അത് കണവ തോരനുള്ള അരപ്പ് ചേർത്ത്. ഇതിനകത്ത് തോരനുള്ള അരപ്പിൻ്റെ ഇൻഗ്രീഡിയൻസ് തേങ്ങ, പച്ചത്തേങ്ങ, കുറച്ച് മുളക്, കുറച്ച് ഉള്ളി, സ്വല്പം മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് തോരൻ്റെ രീതിയിൽ ഉടച്ചെടുത്ത അരപ്പാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. വെന്ത കണവയിൽ ഇതുകൂടെ ചേർത്തപ്പോഴത്തേക്ക് ഏകദേശം ഇത് പാകമാകാറായി. കണവ ഗ്യാസ് ചിലർക്ക് ഉണ്ടാക്കും, അതുകൊണ്ട് ഇതിനകത്ത് കടുക് പൊട്ടിച്ചതിനകത്ത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടാണ് കടുക് പൊട്ടിച്ചത്. അതും കൂടെ ഇതിനകത്ത് താളിച്ച് കണവ വെന്ത് കഴിഞ്ഞു.